പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാധുര്യമേറിയ നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രഭാതം കൂടെ നമുക്ക് ഒരുമിച്ച് കൂടി വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവിനെ സ്തുതിപ്പാനും കർത്താവ് നൽകി തന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരേറ്റുന്നു. ഇന്ന് പ്രഭാതത്തിൽ ആത്മാർത്ഥതയോടെ ഈ പ്രയറിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ വന്യപരിശുദ്ധ നാമത്തിലുള്ള ക്രിസ്തീയ പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളം സഹായിക്കട്ടെ. ഇത്രത്തോളം പ്രാർത്ഥിപ്പാൻ ദൈവമേ സഹായിച്ചുവല്ലോ. കർത്താവിന്റെ വൻ കൃപകളെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. നാം അല്പനിമിഷം ദൈവവചനം ധ്യാനിക്കാൻ വേണ്ടി പോകുന്നു. ബൈബിളിലെ സങ്കീർത്തന പുസ്തകങ്ങളിൽ ഏറ്റവും ദൈർഘ്യമേറിയ സങ്കീർത്തനം എന്നറിയപ്പെടുന്ന 176 വാക്യങ്ങളുള്ള 119 സങ്കീർത്തനത്തിൽ നിന്ന് ചില ആത്മീക ചിന്തകൾ ദൈവവചന പഠനമായി ശ്രദ്ധിച്ച് നമുക്ക് പ്രാർത്ഥിപ്പാൻ കർത്താവ് കൃപ നൽകട്ടെ. ആകയാൽ നമുക്ക് ഒരുമിച്ച് 119 സങ്കീർത്തനത്തിലേക്ക് വേഗം വരാം. സങ്കീർത്തനം ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്ന ഒരു വിഷയം ദൈവവചനത്തെ കുറിച്ചാണ്. ദൈവത്തിന്റെ വചനം ഇതിനകത്തെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്ക് തന്നെയാണ് ദൈവത്തിന്റെ വചനം. വചനത്തിന്റെ സവിശേഷതകൾ, വചനത്തോട് നാം കാണിക്കേണ്ട പ്രിയം തുടങ്ങിയ വിഷയങ്ങൾ ആധികാരികമായി ഇതിനകത്ത് ഇതിന്റെ എഴുത്തുകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്ക് പ്രാരംഭമായി ഈ സങ്കീർത്തനത്തിലെ വചനത്തിന്റെ ചില സവിശേഷതകൾ ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് വേഗം മടങ്ങി വരാം. ഈ സങ്കീർത്തനത്തിന്റെ 89 വാക്യത്തിൽ ദൈവവചനത്തിന്റെ ഒരു സവിശേഷത പറഞ്ഞു തുടങ്ങുകയാണ്. നമുക്ക് ആ വാക്യം ശ്രദ്ധിക്കാം. യഹോവേ, നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. Thy word is settled in heaven. അപ്പോൾ ദൈവവചനത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത, അത് സ്ഥിരമായ വചനമാണ്. ആകാശം മാറും, ഭൂമി മാറും, സകലവും മാറ്റപ്പെടാം. പക്ഷെ ദൈവത്തിന്റെ വചനത്തിന് യാതൊരു മാറ്റവുമില്ല. കൃപാവരങ്ങൾ പലതും നീങ്ങിപ്പോകും, പക്ഷെ ദൈവത്തിന്റെ വചനം എന്നും നിലനിൽക്കും. കാലഘട്ടം എത്ര കഴിഞ്ഞാലും, ആരൊക്കെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലും, ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഈ വചനത്തിന് ഒരു മാറ്റവുമില്ല. അത് സ്വർഗത്തിൽ സ്ഥിരമാക്കപ്പെട്ട വചനമാണ്. ഇന്ന് രാവിലെ സമയം ഗിഫ്റ്റുകളിലല്ല നാം ആശ്രയിക്കേണ്ടത്, വചനത്തിലാണ് ആശ്രയിക്കേണ്ടത്. മാറ്റമില്ലാത്ത വചനത്തിൽ ആശ്രയിക്കുന്നവർ എന്നെ കേൾക്കുന്നെങ്കിൽ ഈ വചനം നിന്നെ സൗഖ്യമാക്കും. ഈ വചനം നിന്നെ കുഴിയിൽ നിന്ന് കയറ്റും. ഈ വചനം നിന്റെ പ്രാണനെ രക്ഷിക്കും. ഈ വചനം അയച്ച കാര്യം സാധിപ്പിക്കാതെ മടങ്ങി വരത്തില്ലെങ്കിൽ കൃപ ലഭിച്ചവർ ഇന്ന് രാവിലെ തിരിച്ചറിയുക. മാറ്റമില്ലാത്ത വചനം നിന്റെ വീടിനകത്ത്
നിന്നെ ചുറ്റി പരിപാലിക്കുവാൻ പ്രാപ്തമായ വചനമാണ്. ആകയാൽ വാ തുറന്ന് വിളിച്ചു പറ, നാം ആശ്രയിക്കുന്ന, നാം സ്നേഹിക്കുന്ന, നാം ശ്രദ്ധിക്കുന്ന വചനമായ ദൈവം, വചനമായവൻ മാറ്റമില്ലാത്തവനാണ്. അവന്റെ ഏറ്റവും വലിയ സവിശേഷത, അവൻ മാറ്റമില്ലാത്തതാണ് ദൈവത്തിന്റെ വചനം. പുതിയ നിയമ വേർഷനിൽ പഠിച്ചാൽ വചനം കർത്താവായ യേശു ക്രിസ്തുവാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. ഒരിക്കൽ ആ വചനം കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത വചനമാണ്. ഇന്ന് രാവിലെ സമയം ആ വചനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അത് മാറ്റമില്ലാത്ത, അത് സ്ഥിരമായ വചനമാണ്. സ്തോത്രം. രണ്ടാമത്തെ പ്രത്യേകതയിലേക്ക് വരാം. സ്തോത്രം. ഈ വചനം വിശാലമായ വചനമാണ്. 96-ാമത്തെ വാക്യത്തിൽ, സകല സമ്പൂർത്തിക്കും ഞാൻ അവസാനം കണ്ടിരിക്കുന്നു, നിന്റെ കൽപ്പനയോ അത്യന്തം വിസ്തീർണമായിരിക്കുന്നു. വിശാലമായ വചനം. വചനത്തിനൊരു വിശാലതയുണ്ട്. But the commandment is exceeding broad. വചനത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത്, അത് വിശാലമായ വചനമാണ്. സ്തോത്രം. മൂന്നാമത്തെ പ്രത്യേകത, 103-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, തിരുവചനം അണ്ണാക്കിന് എത്ര മധുരം, അവ എൻ്റെ വായ്ക്ക് തേനിലും നല്ലത്. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകത, അത് മധുരതരമാണ്. നമ്മുടെ സഭയിൽ പല ആളുകൾക്കും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് അത്ര ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ദൈവവചന ശുശ്രൂഷ തുടങ്ങുമ്പോഴും മയക്കത്തിലും ഇറിറ്റേറ്റഡ് ആയിട്ടും ഒക്കെ ഇരിക്കും. പക്ഷെ മധുരതരമായിട്ടുള്ള ആളുകൾ വചന ശുശ്രൂഷയിൽ എൻജോയ് ചെയ്തേ ഇരിക്കത്തുള്ളൂ. അവരെ വചനത്തിൽ ആനന്ദം കണ്ടെത്തും, വചനത്തിൽ സന്തോഷം കണ്ടെത്തും. രാവിലെ കേൾക്കുന്ന വചനം എന്തോ, ഇസ്രായേൽ മക്കളുടെ ഭാഷ പറഞ്ഞ, യഹോവ ഞങ്ങളോട് ഗുണം സംസാരിച്ചാലും യഹോവ ഞങ്ങളോട് ദോഷം സംസാരിച്ചാലും അത് അവരുടെ അണ്ണാക്കിന് മധുരമായിരിക്കും. ഇന്ന് രാവിലെ സമയം വചനത്തിൽ രസിക്കാൻ കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ടോ? വചനം നിങ്ങൾക്ക് സ്ഥിരമായിരിക്കും, വചനം നിങ്ങൾക്ക് വിശാലമായിരിക്കും, വചനം നിങ്ങളുടെ അണ്ണാക്കിന് മധുരമായിരിക്കും. ചില ആളുകൾ എനിക്കറിയാം, നമ്മൾ എത്ര പ്രവചനം കേട്ടാലും അവർ പറയും, ഇച്ചിരി വചനം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. ആ വചനമില്ലാതെ ഒരു പൂർത്തീകരണം വരുന്നില്ല, എന്തോ ഒരു കുറവാണ്. കാരണം അവരുടെ നിലനിൽപ്പ് ദൈവവചനത്തിനകത്താണ്. ഇന്ന് രാവിലെ സമയം എത്ര പേർക്ക് പറയാൻ കഴിയും, വചനം എൻ്റെ അണ്ണാക്കിന് മധുരമാണ്? ഒരു ദിവസം ദൈവവചനത്തിന് മുമ്പിൽ നിങ്ങൾ എത്ര മണിക്കൂർ ഇരിക്കും? നിങ്ങളൊരു പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ വേദോസം തുറക്കുന്നതല്ലാതെ എത്ര മണിക്കൂർ നിങ്ങൾ ദൈവവചനത്തിന് മുമ്പിൽ ഇരിക്കും? അങ്ങനെ ഇരിക്കാൻ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വചനം തേനിലും തേൻകട്ടയിലുമൊക്കെ മധുരമുള്ളതാണ്. അതുകൊണ്ടാണ് പൊതുവെ മധുരത്തോടൊരു ആസക്തി എല്ലാവർക്കും ഉണ്ടല്ലോ. സ്തോത്രം. വചനത്തിന് മുമ്പ് ഇരുന്ന സമയം പോകുന്നതേ അറിയത്തില്ല. നമ്മുടെ ആളുകൾക്ക് മധുരമുള്ളതിനകത്താണ് കൂടുതൽ സമയം. ചിലർക്ക് ഫേസ്ബുക്ക് ഒരു മധുരമാണ്, ചിലർക്ക് വാട്സപ്പ്. കയറിയാൽ സമയം പോകുന്നേ അറിയുന്നില്ലല്ലോ. എന്നാൽ ദൈവവചനത്തിനകത്ത് പ്രവേശിച്ച് അതിൻ്റെ മാധുര്യം നുണഞ്ഞ് ആസ്വദിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. സ്തോത്രം. ഈ വചനത്തിന്റെ മറ്റൊരു പ്രത്യേകത 105-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും
എൻ്റെ പാതയ്ക്ക് പ്രകാശവും ആകും. അപ്പോൾ ഈ വചനത്തിന്റെ പ്രത്യേകത, ഈ വചനം വെളിച്ചം നൽകുന്നതും വഴി കാട്ടുന്നതുമായ വചനമാണ്. വചനം വെളിച്ചം നൽകും. മറഞ്ഞു കിടക്കുന്ന പാതകൾക്ക് ഈ വചനം വഴി നൽകി കൊടുക്കും. ഇന്ന് രാവിലെ സമയം ദൈവത്തിന്റെ വചനം നിന്റെ അകത്ത് കത്തിയാൽ അത് ഒരു വലിയ വെളിച്ചമായി വെളിപ്പെടും. ആ വെളിച്ചം മറഞ്ഞു കിടക്കുന്ന എൻ്റെ പാതകളിൽ പ്രകാശമുണ്ടാകും. രാവിലെ സമയം ചില വഴികൾ മറഞ്ഞു കിടപ്പുണ്ട്. ആ വഴികളെ ദുഷ്ടപിശാച് അവന്റെ ഇരുട്ട് കൊണ്ട് മൂടിയിട്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ സമയം ദൈവവചനം അകത്തളങ്ങളിൽ കത്തുന്നവർ, ദൈവവചനം വെളിച്ചമായി ശോഭിക്കുന്നവർ ഉണ്ടോ? ഇന്ന് രാവിലെ പിശാച് എത്ര നിന്റെ വഴി മൂടിയിട്ടാലും, ഏതെല്ലാം തന്ത്രങ്ങൾ കൊണ്ട് നിനക്ക് വെളിപ്പെടേണ്ട വഴി അവൻ അടച്ചാലും, വചനത്തിന്റെ വെളിച്ചം കത്തുമ്പോൾ നിന്റെ പാതയിൽ പ്രകാശം വെളിപ്പെടും. നിന്റെ പാതയിൽ വഴി വെളിപ്പെട്ടു വരും. നീ ആ വഴി അനുഭവിക്കുന്ന മണിക്കൂറുകളെന്ന് ദൈവാത്മാവ് രാവിലെ സമയം ശക്തമായി ഇടപെടുകയാണ്. സ്തോത്രം. ഈ വചനത്തിന്റെ മറ്റൊരു പ്രത്യേകതയിലേക്ക് വരാം. സ്തോത്രം. 129 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, നിന്റെ സാക്ഷ്യങ്ങൾ അതിശയകരമാകയാൽ എൻ്റെ മനസ്സവയെ പ്രമാണിക്കുന്നു. സ്തോത്രം. The testimonies are wonderful. നിന്റെ സാക്ഷ്യങ്ങൾ ദൈവത്തിന്റെ വചനം അതിശയകരമായ വചനമാണ്. ഓക്കെ, ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത ഉണ്ടോ? അതിശയമാണ്. ശരിയല്ലേ? പഴയ നിയമ ഇസ്രായേലിനെ കുറിച്ച് ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഇതുപോലെ ചട്ടങ്ങളും വിധികളും പ്രമാണങ്ങളുമുള്ള ഒരു ശ്രേഷ്ഠ ജനം വേറെ ഏതുള്ളൂ. ഇതുപോലത്തെ ചട്ടങ്ങളും വിധികളും പ്രമാണങ്ങളുമുള്ള ജനത്തെ വിളിക്കുന്നത് ശ്രേഷ്ഠ ജാതി എന്നാണ്. കാരണം ശ്രേഷ്ഠമായ പ്രമാണമാണ് അവർ അനുഭവിക്കുന്നത്. പ്രിയരെ, നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ വചനം നമുക്ക് പലർക്കും അത്ഭുതകരമായി തോന്നാത്തതിന്റെ കാര്യം, നമ്മൾ ആ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ഈ വചനത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു അത്ഭുതമായി തോന്നണമെങ്കിൽ നിങ്ങൾ ഈ വചനത്തിനകത്തെ അത്ഭുതങ്ങൾ കാണും. അങ്ങനെ കാണുന്നവൻ പറയും, ഞാൻ വായിക്കുന്നത്, ഞാൻ ധ്യാനിക്കുന്നത് അത്ഭുതകരമായ വചനമാണ് എന്ന് മാത്രമല്ല, ഇതൊരു എക്സ്ട്രാ ഓർഡിനറി വേർഡാണ്, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള വേർഡാണ്. ഈ വചനം അത്ഭുതകരമാണ്. അത് നിന്റെ വീട്ടിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന വചനമാണ്, നിന്നിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന വചനമാണ്. ആ വചനത്തിന്റെ അത്ഭുതങ്ങൾ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ഉണർവിനെ കുറിച്ച് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു രാജ്യത്ത് 40 വ്യക്തികൾ, 40 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, സംഖ്യ കൃത്യമായി ഓർക്കുന്നില്ല, 40 ആണെന്നാണ് എൻ്റെ ചിന്ത. അവരൊരു റൂമിനകത്ത് കയറിയിരുന്ന് കഥകടച്ച് കണ്ടിന്യൂസ് ആയിട്ട് ദൈവവചനം വായിക്കാൻ തുടങ്ങി. പുറം ലോകമായി ഒരു ബന്ധവുമില്ല. പല ആളുകളും ബൈബിൾ വായിച്ചു തീർന്നു, വീണ്ടും അടുത്ത ആവർത്തി വായിക്കാൻ തുടങ്ങി. 3-4 പ്രാവശ്യമായിട്ട് കണ്ടിന്യൂസ് ദിവസങ്ങളായി. ചില ആളുകൾ കരയാൻ തുടങ്ങി, ചില ആളുകൾ നിലവിളിക്കാൻ തുടങ്ങി. ചുരുക്കം പറഞ്ഞാൽ കുറെ ദിവസങ്ങൾ കൊണ്ട് അവർ ആ വചനം വായിച്ച് 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 വായിച്ചു തീർന്നു കഴിഞ്ഞപ്പോൾ അവരിൽ ഭയങ്കര മാറ്റങ്ങൾ, ട്രാൻസ്ഫോർമേഷനുകൾ പ്രതിഫലിക്കാൻ തുടങ്ങി. ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയ ആ 40ഓളം ആളുകളിലൂടെ വലിയ ഉണർവിന്റെ ജ്വാല
ദേശത്ത് കത്തിപ്പടർന്നുവെന്ന് വായിപ്പാനിടയായി തീർന്നു. ദൈവവചനം ധ്യാനിക്കുകയും വായിക്കുകയും ചെയ്തതിനകത്തുള്ള അഭാവമാണ് നമ്മിലെ മാറ്റങ്ങളുടെ ഒരു പ്രദർശനം ഉണ്ടാകാത്തതിന്റെ കാരണം, നമ്മളിലൂടെ ഒരു ഉണർവ് വെളിപ്പെടാത്തതിന്റെ കാരണം. ഇന്ന് രാവിലെ മുതൽ ഈ വചനം കേൾക്കുമ്പോൾ ദയവായി നിങ്ങളൊരു സമർപ്പണം, ഒരു തീരുമാനമെടുക്കുക. ഒരു ദിവസം ഇത്ര സമയമെങ്കിലും കുറഞ്ഞത് ഞാൻ ദൈവവചനം പഠിക്കും, ധ്യാനിക്കും എന്നുള്ള ഒരു തീരുമാനമെടുക്കും. നിങ്ങളിൽ വലിയ ഉണർവ് തുടങ്ങും, നിങ്ങളിൽ വലിയ ട്രാൻസ്ഫോർമേഷനുകൾ തുടങ്ങും, നിങ്ങളിൽ വലിയ ഡെമോൺസ്ട്രേഷനുകൾ, മാനിഫെസ്റ്റേഷനുകൾ ആരംഭിക്കും. കാരണം ഇത് അത്ഭുതം സൃഷ്ടിക്കുന്ന വചനമാണ്, ഇത് അതിശയം സൃഷ്ടിക്കുന്ന വചനമാണ്. ഇന്ന് രാവിലെ സമയം ഇത് ലോഗോസായി മാത്രം എഴുതപ്പെട്ട വചനമായി മാത്രം ഇരിക്കുന്ന വചനമല്ല, ഇത് റേമായുടെ വചനമാണ്, ഇത് പുറപ്പെടുന്ന വചനമാണ്, ഇത് സൃഷ്ടിക്കുന്ന വചനമാണ്, ഇത് അത്ഭുതം ചെയ്യുന്ന വചനമാണ്. ഇന്ന് രാവിലെ സമയം ഇതുപോലൊരു വചനത്തെ നമ്മുടെ കയ്യിലേക്ക് തരുവാൻ പ്രസാദം തോന്നിയ പിതാവായ ദൈവത്തിന്റെ ഹൃദയം തുറന്ന് സ്തോത്രം ചെയ്യാൻ, നന്ദി പറയാൻ ഈ രാവിലെ സമയം എത്ര ദൈവമൊക്കെ കഴിയുന്നു അവരെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. സ്തോത്രം. വീണ്ടും 119 സങ്കീർത്തനത്തിന്റെ 140 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പ്രത്യേക പദപ്രയോഗമുണ്ട്. നിന്റെ വചനം അതിവിശുദ്ധമാകുന്നു. നോക്കിയേ, നിന്റെ വചനം അതിവിശുദ്ധമാകുന്നു എന്ന് മാത്രമല്ല, അതുകൊണ്ട് അടിയന് അത് പ്രിയമാകുന്നു. നിന്റെ വചനം അതിവിശുദ്ധമാകും, അതുകൊണ്ട് അടിയന് ആ വചനത്തിൽ പ്രിയമാകും. വചനത്തിന്റെ അടുത്ത പ്രത്യേകത ഞാൻ പറയും, ഇത് വിശുദ്ധമായ വചനമാണ്. ഈ വചനത്തിനൊരു പരിപാവനതയുണ്ട്, ഒരു പരിശുദ്ധിയുണ്ട്. ആ വചനം ആ വിശുദ്ധി വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകത്തില്ല. നമുക്ക് തോന്നുന്ന രീതിയിൽ ഇതിനെ വളയ്ക്കാൻ പറ്റിയല്ല. അങ്ങനെ വളയ്ക്കുന്നവൻ കള്ളനാകുന്നു എന്നാണ് 1 യോഹന്നാന്റെ ലേഖനം പറയുന്നത്. അർത്ഥാൽ ഈ വചനം വിശുദ്ധമാണ്. കാരണം വചനം ദൈവമാണെങ്കിൽ ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് കർത്താവ് ആഹ്വാനം ചെയ്യുന്നെങ്കിൽ ആ വചനം അത്ര വിശുദ്ധമാണ്. ഇതിനെ അഗ്നിമയമായ പ്രമാണം എന്നാണ് പഴയ നിയമം ഇതിനെ വിളിക്കുന്നത്, അഗ്നിമയമായ പ്രമാണം. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ 119 സങ്കീർത്തനം ദൈവവചനത്തെ കുറിച്ച് പറയുന്നു. അത് മാറ്റമില്ലാത്ത സ്ഥിരമായ വചനമാണ്, അത് വിശാലമായ വചനമാണ്, അത് മധുരകരമായ വചനമാണ്. ആ വചനം വെളിച്ചം നൽകുന്നതും വഴി തെളിയിക്കുന്നതുമായ വചനമാണ്. അത് അതിശയകരമായ വചനമാണ്, അത് വിശുദ്ധകരമായ വചനമാണ്. ഇന്ന് രാവിലെ സമയം ഇത്രയും ശ്രേഷ്ഠതയുള്ളൊരു വചനത്തെ രാവിലെ ധ്യാനിപ്പാൻ കർത്താവ് നമുക്ക് നൽകിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തയ്യാറാകുന്നു. സ്തോത്രം. ഇവിടെ 140 വാക്യം അവസാനിക്കുമ്പോൾ അത് എനിക്ക് പ്രിയമാകുന്നു എന്നാണ് പറയുന്നത്. അത് എനിക്ക് പ്രിയമാകും. ഈ സങ്കീർത്തനം തന്നെ നമ്മൾ പരിശോധിച്ചാൽ ഈ എഴുത്തുകാരൻ തനിക്ക് പ്രിയമായ കുറെ കാര്യങ്ങൾ വീണ്ടും വചനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. തനിക്ക് പ്രിയമായ ചില കാര്യങ്ങൾ വചനത്തെക്കുറിച്ച് ഇതേ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. 47 വാക്യം ഒന്ന് ശ്രദ്ധിക്കാം. എഴുത്തുകാരന് പ്രിയമായ ഒന്നാമത്തെ കാര്യം, ഞാൻ നിന്റെ കൽപ്പനകളിൽ പ്രമോദിക്കുന്നു, അവ എനിക്ക് പ്രിയമാകും. എന്ന് പറഞ്ഞാൽ വചനത്തിൽ സന്തോഷിക്കുന്നത് തനിക്ക് പ്രിയമാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. വചനത്തിൽ സന്തോഷിക്കും. നമുക്ക് പ്രിയമുള്ള പല കാര്യങ്ങളുണ്ട്. നമുക്ക് പ്രിയമുള്ള കാര്യങ്ങൾക്കകത്താണ് നമ്മൾ കൂടുതൽ ഇൻവോൾവ് ആകുന്നതും നമ്മൾ കൂടുതൽ സമയം കണ്ടെത്തുന്നതും പ്രയോറിറ്റി കൊടുക്കുന്നതും.
എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, എന്റെ പ്രിയം ദൈവ വചനത്തിൽ സന്തോഷിക്കുന്നതാണ്. എന്റെ ആനന്ദം ദൈവവചനത്തിൽ എൻജോയ് ചെയ്യുന്നതാണ്. അതാണ് എനിക്ക് പ്രിയം. ഇന്ന് രാവിലെ എത്ര പേർക്ക് സൂം മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ചില ആളുകൾ ഞങ്ങളുടെ വിഷയം കൂടെ വെച്ച് 3-4 പേരൊക്കെ പ്രാർത്ഥിക്കുമല്ലോ എന്നോർത്ത് പങ്കെടുക്കുന്നവരുമുണ്ട്. കാര്യസാധ്യത്തിന് വേണ്ടി പങ്കെടുക്കുന്നവരുമുണ്ട്. പക്ഷേ ദൈവവചനം അത് പ്രിയമായത് ആ വചനത്തിൽ ആനന്ദിക്കാൻ കഴിയുന്നതുകൊണ്ട് പ്രിയമാണ്. ഇന്ന് രാവിലെ ദൈവവചനം കേൾക്കാമല്ലോ എന്ന വചനത്തോടുള്ള പ്രിയ നിമിത്തം, ആ വചനത്തിൽ സന്തോഷിക്കാൻ കഴിയുന്ന നിമിത്തം ദൈവവചനം പ്രിയമാകുന്നു എന്ന് പറയുന്ന എത്ര ദൈവമക്കളുണ്ട്? സ്തോത്രം. സംഗീതക്കാരൻ പറഞ്ഞു, എനിക്ക് വചനം പ്രിയമാകുന്നത് ആ വചനത്തിൽ എനിക്ക് രസിക്കുവാൻ സന്തോഷിക്കുവാൻ കഴിയുന്നത് കൊണ്ട് വചനം എനിക്ക് പ്രിയമാകുന്നു. സ്തോത്രം. കൂടാതെ 48-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം വീണ്ടും പറയുന്നു, എനിക്ക് പ്രിയമായിരിക്കുന്ന നിന്റെ കൽപ്പനകളിലേക്ക് ഞാൻ കൈകളെ ഉയർത്തുന്നു. നോക്കിക്കേ, അപ്പോൾ വചനത്തിൽ സന്തോഷിക്കുന്നത് അദ്ദേഹത്തിന് പ്രിയമാണ്. അതുകൊണ്ട് അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? തനിക്ക് പ്രിയമായ വചനം അത് ധ്യാനിക്കുമ്പോൾ അദ്ദേഹം കൈകളെ ഉയർത്തുന്നതാണ് കാണുന്നത്. സ്തോത്രം. തനിക്ക് പ്രിയമായ വചനത്തെ ധ്യാനിക്കുമ്പോൾ അദ്ദേഹം കൈകൾ ഉയർത്തി അദ്ദേഹം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുന്നു. കൂടാതെ നമുക്ക് 97-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 97-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ മറ്റൊരു കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം, ഇടവിടാതെ അതെന്റെ ധ്യാനമാകും. നോക്ക്, ഇടവിടാതെ വചനം ധ്യാനിക്കാൻ കഴിയണമെങ്കിൽ അത് നമുക്ക് എത്രയോ പ്രിയമാകണം. ഈ പ്രിയം എന്നുള്ളിടത്തെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത് ലവ് എന്ന ഒരു ഇംഗ്ലീഷ് ആംഗലേയ ഭാഷയാണ്. നോക്കിയേ, അപ്പം വചനം ധ്യാനിക്കാൻ കഴിയുന്നത് അതെനിക്ക് പ്രിയമായത് കൊണ്ടാണ്. രക്തത്താൽ ജയം. വചനത്തിൽ സന്തോഷിക്കാൻ കഴിയുന്നത്, വചനം കേൾക്കുമ്പോൾ കൈകൾ ഉയർത്താൻ കഴിയുന്നത്, ഒരു റെസ്പോൺസിബിൾ ഇല്ലാത്ത ആളുകളെ കാണാം വചനം കേൾക്കുമ്പോൾ ചുമ്മാതിരുന്ന് ആട്ടുകല്ല് പോലിരുന്ന് വചനം കേൾക്കുന്നുണ്ട്. അതിന്റെ കാരണം വചനത്തോട് യാതൊരു പ്രിയമില്ല. വചനം കേൾക്കുമ്പോൾ സന്തോഷിക്കാനും, വചനം കേൾക്കുമ്പോൾ കൈകൾ ഉയർത്താനും, വചനം കേൾക്കുമ്പോൾ ആ വചനത്തിനകത്ത് ധ്യാനിക്കാനും ഒക്കെ കഴിയണമെങ്കിൽ ആ വചനത്തോടൊരു പ്രിയമുണ്ടായിരിക്കണം. നിങ്ങൾ ഇന്നലെ പകലും രാത്രിയും കിട്ടിയപ്പോൾ എത്ര സമയം വചനം ധ്യാനിച്ചു? ഉപദേശിമാര് പലരും പ്രസംഗത്തിന് വേണ്ടി മാത്രം ബൈബിൾ വായിക്കുന്ന ആളുകളാണ്. വിശ്വാസികൾ പലരും പേട് കിട്ടാതിരിക്കാനും സന്ധ്യപ്രാർത്ഥനയ്ക്ക് ഒരു ചടങ്ങ് പോലെയും വായിക്കുന്ന ആളുകളും. പക്ഷെ വചനം ധ്യാനിക്കണമെങ്കിൽ, ധ്യാനത്തെങ്കിൽ തീ കത്തണമെങ്കിൽ, നാവെടുത്തപ്പോൾ സംസാരിക്കണമെങ്കിൽ വചനത്തോടുള്ളൊരു പ്രിയം നിന്റെ അകത്തുണ്ടാകണം. ഇന്ന് രാവിലെ സമയം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ 1000 പ്രവചനം കേട്ടാൽ, നിങ്ങൾ എത്ര യോഗങ്ങളിൽ കൂടിയാലും വചനത്തോട് പ്രിയമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വിടുതൽ പോലും, ഒരു ചെറിയ വിടുതൽ പോലും നിങ്ങൾക്ക് അനുഭവിപ്പാൻ പ്രാപിപ്പാൻ കഴിയില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും 113-ാമത്തെ വാക്യത്തിലേക്ക്, 114-ാമത്തെ വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ
113 വാക്യത്തിൽ പറയുന്നു, നിന്റെ ന്യായപ്രമാണം എനിക്ക് പ്രിയമാകുന്നു. ഈ പദം എത്ര പ്രാവശ്യം ഉണ്ടെന്നറിയോ? ഈ പ്രിയമാകുന്നു, വചനം പ്രിയമാകുന്നു, പ്രിയമാകുന്നു എന്ന്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് നോക്കി. 113 പറഞ്ഞു, നിന്റെ ന്യായപ്രമാണം എനിക്ക് പ്രിയമാകുന്നു. ഓക്കെ. പക്ഷെ 114 പറയുന്നത്, ഞാൻ തിരുവചനത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്നു. കണ്ടോ? വചനം എനിക്ക് പ്രിയമാകുന്നതെന്ന് 113 പറഞ്ഞിട്ട് 114 പറയുകയാണ്, ആ വചനത്തിൽ ഞാൻ പ്രത്യാശ വെക്കുന്നു. ഇന്ന് രാവിലെ സമയം വചനത്തിൽ പ്രത്യാശ വെക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ചില ആളുകളൊക്കെ പറയാറുണ്ട്, അവർ പ്രാർത്ഥിച്ച വിഷയത്തിന് ഓപ്പോസിറ്റാണ് അവരുടെ ജീവിതത്തിൽ കാര്യങ്ങൾ സംഭവിക്കുന്നതെങ്കിലും ചില ആളുകൾ വചനം ചൊല്ലിയിട്ട് പറയാറുണ്ട്, കർത്താവ് ഇങ്ങനെ ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് നിരാശയില്ല, ഞാൻ ആ വചനത്തിൽ പ്രത്യാശ വെക്കുന്നു. കാരണം വചനം ജീവനും ചൈതന്യവും ഉള്ളതാണ്. അത് ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. ആ വചനം വേഗത്തിൽ പുറപ്പെടുന്നതാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ സമയം പ്രസംഗിക്കുന്ന ഭാഷയിലല്ല, കേട്ട കുറച്ച് പ്രവചന ശബ്ദത്തിലല്ല, പകരം ദൈവ വചനത്തിനകത്ത് പ്രത്യാശ വെച്ച് ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ആ വചനം നിങ്ങളെ രക്ഷിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. സ്തോത്രം. ആ വചനം നിങ്ങളെ വിടുവിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴൊക്കെ വചനം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യുക. വചനം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. വചനം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ സംസാരിക്കുക. നോക്ക്, വചനത്തിൽ പ്രത്യാശ വെക്കുന്ന ഒരു ആത്മീക ജീവിതത്തിലേക്ക് വരുവാൻ ദൈവാത്മാവ് വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. 127 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വീണ്ടും പറയുന്നു, വചനം പ്രിയമാകുന്നു എന്ന്. എന്താണ് പ്രിയമാകുന്നത്? അതുകൊണ്ട് നിന്റെ കൽപ്പനകൾ എനിക്ക് പൊന്നിലും തങ്കത്തിലും അധികം പ്രിയമാകുന്നു. ഭക്തൻ പറയുന്നു, എന്റെ ലൈഫിൽ ആ വചനത്തിലുള്ള സ്ഥാനം എന്താണെന്നറിയാമോ? അത് പൊന്നിനേക്കാൾ തങ്കത്തേക്കാൾ എനിക്ക് പ്രിയമാണ്. നമുക്ക് കുറച്ച് പൊന്ന് കിട്ടിയാൽ, തങ്കം കിട്ടിയാൽ ഭയങ്കര ഏറ്റവും വിലയുള്ള സാധനമാണല്ലോ. പക്ഷേ കിലോ കണക്കിന് പൊന്ന് കിട്ടുന്നതിനേക്കാൾ, കിലോ കണക്കിന് തങ്കം കിട്ടുന്നതിനേക്കാൾ എനിക്ക് പ്രിയമാകുന്നു ദൈവത്തിന്റെ വചനം. ഇന്ന് രാവിലെ സമയം ഈ വചനം നിന്നെ സന്തോഷിപ്പിക്കുന്നത് കൊണ്ട് നിനക്ക് പ്രിയമായിരിക്കുന്നു. ഈ വചനം നിനക്ക് ധ്യാനിക്കാൻ കഴിയുന്നത് കൊണ്ട് പ്രിയമായിരിക്കുന്നു. ഈ വചനം കേൾക്കുമ്പോൾ കരങ്ങൾ ഉയർത്താൻ കഴിയുന്നത് കൊണ്ട് നിനക്ക് പ്രിയമായിരിക്കുന്നു എന്ന് ബോധ്യമാകുന്നു. ഈ വചനം പ്രത്യാശ വെക്കുന്ന വചനമാണ്. ഈ വചനം പൊന്നിലും തങ്കത്തിലും പ്രിയമായ വചനമാണ്. സങ്കീർത്തനക്കാരന് വചനം പ്രിയമാകാനുള്ള കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. സ്തോത്രം. ഇനി മറ്റൊരു കാര്യം കൂടെ ആ ഭാഗത്തുനിന്ന് പറഞ്ഞ സ്തോത്രം. 159 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നിന്റെ പ്രമാണങ്ങൾ എനിക്ക് എത്ര പ്രിയമെന്ന് കണ്ട് യഹോവേ നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നെ ജീവിപ്പിക്കണം. അവിടെ പറയും, നിന്റെ പ്രമാണങ്ങൾ എനിക്ക് എത്ര പ്രിയമെന്ന് കണ്ട് യഹോവേ നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നെ ജീവിപ്പിക്കണം. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്നെ ജീവിപ്പിക്കണം എന്ന് പറയാനുള്ള, സങ്കീർത്തനക്കാരന് ദൈവത്തോട് പറയാനുള്ള ക്ലെയിം, എനിക്ക് നിന്റെ പ്രമാണങ്ങൾ വളരെ പ്രിയമാണ്. മനസ്സിലായില്ലേ? ഒരു വിടുതൽ ലഭിക്കണമെങ്കിൽ, ദയപ്രകാരം ജീവിപ്പിക്കണമെങ്കിൽ, യഹോവയുടെ ദയയ്ക്ക് തക്കവണ്ണമുള്ള വിടുതൽ സംഭവിക്കണമെങ്കിൽ ദൈവത്തോട് ഓരോ ഭക്തനും ആ വിടുതൽ എനിക്ക് ലഭിക്കാനുള്ള യോഗ്യതയുണ്ട് എന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പറയുന്നു, എന്നെ ജീവിപ്പിക്കാനുള്ള ഏറ്റവും വലിയ കാരണം, എനിക്ക് വിടുതൽ കിട്ടാനുള്ള യോഗ്യതയുണ്ട്. കാരണം എനിക്ക് നിന്റെ വചനത്തോട് പ്രിയമുണ്ട്. എനിക്ക്
നിന്റെ പ്രമാണത്തോട് പ്രിയമുണ്ട്. ഇന്ന് രാവിലെ സമയം ഞാൻ പറഞ്ഞില്ലേ, വിടുതൽ ലഭിക്കണമെങ്കിൽ അതിന്റെ മാനദണ്ഡം ദൈവവചനത്തോടുള്ള പ്രിയമായിരിക്കണം. സ്തോത്രം. ദൈവവചനത്തോടുള്ള അടങ്ങാത്ത ആവേശമായിരിക്കണം. അതാണ് നമ്മുടെ വിടുതലിന്റെ ആധാരം എന്നുള്ളത് ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. കൂടാതെ 165 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വളരെ ഗൗരവമായി പറയുന്നു, നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനം. എത്ര പ്രാവശ്യം പ്രിയം പ്രിയം പ്രിയം. ഇതിനകത്തൊരു താക്കോൽ വാക്കാണത്. ആർക്കാണ് മഹാസമാധാനം? 10 ബാങ്കുകളിൽ ഡിപ്പോസിറ്റ് ബാങ്ക് ബാലൻസ് ഉള്ളവനല്ല, ഏക്കർ കണക്കിന് വസ്തുവും 2 നിലയും വലിയ വീടുകളും ഉള്ളവനല്ല. പിന്നെ ആർക്കാണ് സമാധാനം? ദൈവവചനത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനം. അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. സമാധാനം തരാമെന്നല്ല പറഞ്ഞ, മഹാസമാധാനം. സ്തോത്രം. ഗ്രേറ്റ് പീസ്. ഒരു കാര്യം വ്യക്തമാണ്, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. ഇവിടെ പലരും വീണു പോകുന്നുണ്ട്. ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ പലരും അന്യരായി പോകുന്നു ഇന്നും മണ്ണിൽ. എന്താ കാര്യം? വീഴ്ചയ്ക്ക് കാരണമുണ്ടാകുന്നു. ദൈവവചനത്തോടുള്ള പ്രിയം എവിടെയോ കുറയുമ്പോൾ വീഴ്ചയ്ക്കുള്ള സംഗതി ഉണ്ടാകും. എന്നാൽ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവരാരും ദൈവവചനത്തോട് പ്രിയമുള്ളവരാരും വീഴുകയില്ല. കാരണം ആ വചനം അവരെ നടത്തും, വചനം അവരെ നിലനിർത്തും. അവർക്ക് മഹാസമാധാനം ആ വചനം പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും, നിർമ്മിച്ചു കൊടുക്കും, ഉൽപ്പാദിപ്പിക്കപ്പെട്ടു കൊടുക്കും. അങ്ങനെങ്കിൽ നോയിക്ക്, ലോകത്ത് വിലക്കുറവുണ്ടായാൽ സമാധാനമാണെന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടാലും മനുഷ്യന് സമാധാനം ഉണ്ടാകത്തില്ല. പക്ഷെ ഇന്ന് രാവിലെ സമയം ദൈവത്തിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ള, നിന്റെ വീടിന്റെ നിരയിൽ ഒരു 50 വീടിരിപ്പുണ്ടെങ്കിലും 49 വീട്ടിലും ഇല്ലാത്ത ഒരു ഗ്രേറ്റ് പീസ് നിന്റെ വീടിനകത്ത് വെളിപ്പെട്ട് വരും. ലോകം തരാത്ത സമാധാനം. ഒറ്റ കാര്യം ചെയ്താൽ മതി, വചനത്തോട് പ്രിയം കാണിക്കുക, ന്യായപ്രമാണത്തോട് പ്രിയം കാണിക്കുക. ഇന്ന് രാവിലെ സമയം വചനത്തോട് പ്രിയം കാണിക്കുന്നവരുടെ വീട്ടിൽ വീഴ്ച വരത്തില്ല, നാട്ടുകാർക്ക് ചിരിക്കാൻ ഇട വരത്തില്ല, ആത്മഹത്യ ഉണ്ടാകത്തില്ല, അവന്റെ വീടിനകത്ത് നാശമുണ്ടാകത്തില്ല, കൂപ്പുകുത്തത്തില്ല. കാരണം അവൻ വചനത്തോട് പ്രിയമുള്ളവനായതുകൊണ്ട് മഹാസമാധാനത്തിന്റെ ഉടമയാകാൻ പോകും. ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ പ്രവചിക്കുമ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ ദൂത് ചാടിപ്പിടിച്ചുകൊള്ളുക. 2024 മെയ് മാസം വരെ മഹാസമാധാനത്തിന്റെ ഉടമയായി നീ തീരാൻ പോകുകയാണ്. നിന്റെ വീടിനകത്ത് മഹാസമാധാനം സംഭവിക്കപ്പെടാൻ പോകുക. വചനത്താൽ ഉളവാകുന്ന മഹാസമാധാനം നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെട്ടു വരാൻ വേണ്ടി പോകുന്നു. സ്തോത്രം. ഇന്ന് രാവിലെ സമയം ആ വചനത്തിനായി കർത്താവിനെ മഹത്വപ്പെടുത്തി. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കിന് വിരാമം കുറിക്കുന്നു. ഞങ്ങൾക്ക് ഈ വചനത്തോട് ഭയങ്കര പ്രിയമാണ്. നിങ്ങൾ പറഞ്ഞെന്നിരിക്കട്ടെ, പക്ഷേ നിങ്ങൾക്ക് ഈ വചനത്തോട് പ്രിയമാണെങ്കിൽ അത് തെളിയിക്കേണ്ടത് എങ്ങനെയാണ്? 167 വാക്യം വ്യക്തമായി പറയുന്നു, എൻ്റെ മനസ്സ് നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു, അവ എനിക്ക് അത്യന്തം പ്രിയമാകും. ദൈവവചനത്തെ എനിക്ക് പ്രിയമാകുന്നു എന്ന് വാഗൊണ്ട് പറഞ്ഞാൽ പോരാ. അത് തെളിയിക്കുന്നത്, അത് പ്രമാണിക്കുന്നതിലൂടെയാണ്. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, എൻ്റെ മനസ്സ് നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു. സ്തോത്രം. ഇവിടെ പല ആളുകളും വചനം കേൾക്കുന്നുണ്ട്, പക്ഷെ പ്രമാണിക്കുന്നില്ല. നമ്മുടെ ആളുകളൊക്കെ കേൾക്കുന്നത് പോലൊക്കെ ഒന്ന് ചെയ്തിരുന്നെങ്കിൽ സഭകളൊക്കെ ശാന്തമായേനെ, വീടുകളിലൊക്കെ വിടുതലുണ്ടായേനെ. ഒരു ചെവി കൂടെ കേട്ട് അടുത്ത ചെവി കൂടെ കളയുന്നു. ഇല്ലെങ്കിൽ ഇത് എനിക്കുള്ളതല്ല, അല്ലെ മനഃപൂർവ്വം കുത്തിയതാണെന്നൊക്കെ ന്യായം കണ്ടെത്തി പോകുമ്പോൾ, പകരം ദൈവത്തിന്റെ വചനത്തോട് പ്രിയമുള്ളവർ അത് പ്രമാണിച്ചുകൊണ്ട് ജീവിതത്തിൽ ആ വചനത്തിന്റെ പ്രിയം ലോകത്തിന്റെ മുമ്പിൽ പ്രകടമാക്കുകയാണ്.
ഇന്ന് രാവിലെ സമയം ഈ വചനത്തിന്റെ മുമ്പിൽ ഞാനത് പ്രമാണിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നു എന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു? നിങ്ങൾ ഈ സന്ദേശം യൂട്യൂബിനകത്തുനിന്നൂടെ പല പ്രാവശ്യം കേൾക്കുക. ഈ വചനം അത് സ്ഥിരമായ വചനമാണ്, വിശാലതയുള്ള വചനമാണ്, മധുരകരമായ വചനമാണ്, അതിവിശുദ്ധമായ വചനമാണ്, വെളിച്ചം നൽകുന്നതും വഴി തെളിയിക്കുന്നതുമായ വചനമാണ്. ഇത് അതിശയകരമായ വചനമാണ്. ഈ വചനത്തിൽ നിങ്ങൾക്ക് പ്രിയമുണ്ടെങ്കിൽ നിങ്ങൾ ആ വചനത്തിൽ സന്തോഷിക്കും. വചനത്തിന്റെ മുന്നിൽ നിങ്ങൾ കരങ്ങൾ ഉയർത്തി പ്രതികരിക്കും. വചനം നിങ്ങൾ ധ്യാനിക്കാൻ വേണ്ടി തുടങ്ങും. നിങ്ങൾ ആ വചനത്തിൽ പ്രത്യാശ വെക്കും. ഈ വചനം നിങ്ങൾക്ക് പൊന്നിനെക്കാട്ടിലും തങ്കത്തെക്കാട്ടിലുമൊക്കെ നിങ്ങൾക്ക് വിലയുള്ളതായി മാറും. ആ വചനം നിങ്ങളെ ജീവിപ്പിക്കുന്ന വചനമായി മാറും. സ്തോത്രം. കൂടാതെ ഈ വചനം നിങ്ങൾക്ക് പ്രിയമുണ്ടെങ്കിൽ സമാധാനം നൽകി തരുന്ന വചനമാണ് എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഇത്രയും ഈ വചനത്തിൽ പ്രിയമുണ്ട്. വചനം കൊണ്ടാണ് ഞങ്ങൾ വചനത്തിൽ സന്തോഷിക്കുന്നതും. അതേ, പ്രിയമുള്ളത് കൊണ്ടാണ് പൊന്നിനേക്കാളും തങ്കത്തെക്കാട്ടിലും ഞങ്ങൾക്ക് ഈ വചനം വിലയുള്ളതാണെന്നും വചനത്തിന്റെ മുന്നിൽ ഞങ്ങൾ കരങ്ങൾ ഉയർത്തുന്നതും ധ്യാനിക്കുന്നതും എന്നൊക്കെ നിങ്ങൾ പറയുന്നെങ്കിലും ഫൈനലി ഞങ്ങൾക്ക് വചനത്തോട് പ്രിയമുണ്ടെന്ന് തെളിയിക്കുന്നത് ആ വചനം പ്രമാണിക്കുന്നതിലൂടെ. ഇന്ന് രാവിലെ സമയം ദേശത്ത് രക്തബന്ധങ്ങളുടെ നടുവിൽ പ്രാദേശിക സഭകൾക്കകത്ത് വചനം പ്രമാണിക്കുന്നതിലൂടെ വചനത്തോടുള്ള പ്രിയം വെളിപ്പെടുത്തുക. അങ്ങനെയെങ്കിൽ വചനത്തിൽ ഇരിക്കുന്നൊരു പദമുണ്ട്, തനിക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന്. നോക്കി, സ്തോത്രം. അതെ, ദൈവവചനത്തോട് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടണമെന്നുള്ളത് സ്വർഗത്തിന്റെ തീരുമാനമാണെങ്കിൽ ഇന്ന് രാവിലെ സമയം വചനത്തോട് പ്രിയം വെക്കുന്ന, അതേ വചനം അനുസരിച്ചുകൊണ്ട് പ്രമാണിച്ചുകൊണ്ട് വചനത്തോടുള്ള പ്രിയം തെളിയിക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും ഉണ്ടോ? നിന്റെ മറുപടിക്ക് കാലതാമസം ഉണ്ടാകത്തില്ല, അത് കെട്ടിക്കിടക്കത്തില്ല, അത് ദൈർഘ്യങ്ങൾ വരത്തില്ല. കാരണം അത് വചനത്തോട് പ്രിയം വെക്കുന്ന, വചനം അനുസരിച്ചുകൊണ്ട് ആ പ്രിയം തെളിയിക്കുന്ന നീ സ്വർഗത്തിന് പ്രിയപ്പെട്ടവനാകയാൽ പ്രിയമുള്ളവരെ വിടുവിക്കുവാൻ അവന്റെ കരം ചലിക്കും. ആകയാൽ ഇന്ന് രാവിലെ സമയം നമുക്ക് തേനിലും തേങ്കട്ടയിലും മാധുര്യമേറിയ വചനത്തിന്റെ മുൻപിൽ നമുക്ക് മറയാം, ശരണപ്പെടാം. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളം സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം, കണ്ണുകൾ മൂടാം, പ്രാർത്ഥിക്കാം. ഇന്ന് രാവിലെ സമയം വചനത്തെക്കുറിച്ച് കേട്ടുകൊണ്ട് നമുക്ക് ഈ പ്രഭാതം ആരംഭിക്കാം. ഈ പ്രഭാതം നിങ്ങൾക്ക് വഴി തെളിയിക്കുന്ന പ്രഭാതമായി, പ്രകാശം വരുത്തുന്ന പ്രഭാതമായി വചനം അതിനെ ക്രിയ ചെയ്ത് ആരംഭിക്കട്ടെ. നിങ്ങളുടെ വീടിനകത്ത് നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, കിടക്കുമ്പോൾ വചനം ചൊല്ലിക്കൊണ്ടിരിക്കുക. വചനം നിങ്ങൾക്ക് വേണ്ടി റേമായുടെ വചനമായി, പുറപ്പെടുന്ന വചനമായി, ചലിക്കുന്ന വചനമായി, സൗഖ്യമാക്കുന്ന വചനമായി, കുഴിയിൽ നിന്ന് കയറ്റുന്ന വചനമായി, പ്രാണനെ വിടുവിക്കുന്ന വചനമായി. ഈ രാവിലെ സമയം വചനത്തിന്റെ ക്രിയകൾ ആരംഭിക്കട്ടെ. പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല നിമിഷത്തിനായി സ്തോത്രം. ഞങ്ങൾ കേട്ട ദൈവവചനത്തിന്റെ മുൻപിൽ മറയുന്നു. 119 സങ്കീർത്തനത്തിൽ നിന്ന് അങ്ങ് അതിനകത്ത് ഏറ്റവും ഗൗരവമായി കൊടുത്തിരിക്കുന്ന വചനത്തെക്കുറിച്ച് പ്രഭാതത്തിൽ ധ്യാനിപ്പാൻ, ചിന്തിപ്പാൻ കർത്താവ് നൽകിയ അവസരത്തിനായി സ്തോത്രം. ആ വചനം പ്രമാണിച്ച് മഹാസമാധാനം പ്രാപിപ്പാൻ, ആ വചനത്തോട് പ്രിയമുള്ളവർക്ക് ലഭിക്കുന്ന ആ മഹാസമാധാനം, വചനത്തോട് പ്രിയം വെക്കുന്നവർക്ക് ലഭിക്കുന്ന ചില ബെനിഫിറ്റ്സുകൾ, ആനുകൂല്യങ്ങൾ കർത്താവ് പറഞ്ഞു, അത് പ്രാപിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾക്ക് വചനത്തോടുള്ള സമീപനം, വചനത്തോടുള്ള ഞങ്ങളുടെ മനോഭാവങ്ങളിൽ മാറ്റം വരുത്തി ഞങ്ങളുടെ ലൈഫിന്റെ പ്രയോറിറ്റി ദൈവവചനത്തിന് കൊടുക്കുവാൻ ദൈവം സഹായിച്ചാട്ടെ. ഈ പ്രിയപ്പെട്ടവരെല്ലാം യേശുവിൻ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. ഇവർക്ക് മഹാസമാധാനത്തോടെ ഇന്ന് രാവിലെ ആരംഭിക്കട്ടെ. കൃപ കൂടെ ഇരിക്കും, അത്ഭുതം ചെയ്യും. യേശു ക്രിസ്തുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് പ്രാർത്ഥനയും യാതനയും കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനങ്ങളും ആശീർവാദങ്ങളും പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കേട്ട ദൈവവചനത്തോടും പിരിയുന്ന നാം ഓരോരുത്തരോടും ദൂരത്തും ചാരത്തുമുള്ള സകല വിശുദ്ധന്മാരോടും കർത്താവ് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ മേഘപ്രത്യക്ഷ വരെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം ഇന്ന് രാവിലെ മഹാജയം നൽകി തന്ന പിതാവായ ദൈവത്തിന്റെ ശക്തിയോടെ സ്തുതിക്കാം. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. എല്ലാവർക്കും
സമാധാനം, വന്ദനം. നാളെ കർത്താവ് നമ്മെ എല്ലാവരും സഹായിക്കട്ടെ. നാളെ നമുക്ക് മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതല്ല, ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു ഞായറാഴ്ച ഉണ്ടായിരിക്കുന്നതല്ല. തിങ്കളാഴ്ച ദിവസം രാവിലെ കാണാം. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.